നമസ്കാരം, ഞാൻ ഉണ്ണി വിജയമോഹൻ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വന്നിരിക്കുകയാണ് പുതിയൊരു വേർഡുമായി. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ബോസ് എന്ന ഒരു വേർഡിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞിരുന്നു. വളരെ നല്ല പ്രതികരണം ലഭിച്ചു. ആ ബോസിൻ്റെ ഡെഫിനേഷൻ അറിയാൻ സാധിക്കാത്ത പലർക്കും അതൊരു അറിവ് കിട്ടിയതിൽ വളരെ അപ്രീഷിയേറ്റ് ചെയ്തു തന്നെ. അപ്പം ഈ ബോസുമാരുടെ ഒരു സ്വഭാവ വിശേഷണം കഴിഞ്ഞ എപ്പിസോഡിലൂടെ എനിക്ക് പകർത്താനും കഴിഞ്ഞു. പല പൊതുമേഖലാ സ്ഥാപനങ്ങളിലും പല കോർപ്പറേറ്റുകളിലും ഈ ബോസ് കളിച്ച് നിൽക്കുന്ന ഒരു രീതി പലരും പറഞ്ഞു തന്നിട്ടാണ് ഞാൻ ഇവിടെ ആ എപ്പിസോഡിൽ സൂചിപ്പിച്ചത്. ഇന്നിതാ പുതിയൊരു വേർഡുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുകയാണ്. നമ്മളെല്ലാം സന്തോഷത്തോടെ വളരെ സൗഭാഗ്യങ്ങളോടെ ജീവിക്കുന്ന ഒരു കുടുംബം. ആ കുടുംബം വളരെ സന്തോഷത്തോടെ മുമ്പ് കൊണ്ടുപോകാൻ നല്ലൊരു അച്ഛനും നല്ലൊരു അമ്മയും നല്ല മക്കളും ഉണ്ടെങ്കിൽ വളരെ നല്ല സന്തോഷമായൊരു കുടുംബം. ഈ കുടുംബത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് ഫാമിലി. എന്താണ് ഫാമിലി എന്ന ആ ലെറ്റേഴ്സ് FAMILY ലെറ്റേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒറ്റ വാക്കിൽ നമ്മൾ പറയും ഫാമിലി, കുടുംബം എന്നൊക്കെ. നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു നല്ല ഫാമിലി ഉണ്ടാവാൻ നല്ലൊരു അച്ഛൻ വേണം, നല്ലൊരു അമ്മ വേണം, നല്ല മക്കൾ വേണം. സന്തോഷവും സൗഭാഗ്യങ്ങളും സമാധാനവും ഒക്കെ ഒത്തിണങ്ങിയ ഒരു കുടുംബം മുന്നോട്ട് പോകാൻ, ഒരു ഫാമിലി മുന്നോട്ട് പോകാൻ ഇത്രയും ഘടകങ്ങൾ വേണം. ഒപ്പം നല്ല രീതിയിലുള്ള സാമ്പത്തികവും വേണം. സാമ്പത്തികം എല്ലാത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. പ്രത്യേകിച്ച് ഒരു നല്ലൊരു കുടുംബം മുമ്പോട്ട് പോകാൻ സാമ്പത്തികം അത്യാവശ്യമാണ്. മക്കളുടെ വിദ്യാഭ്യാസം, അവരുടെ വസ്ത്രം, അവരുടെ ഭക്ഷണം, പിന്നെ ഇക്കാലത്തെ ന്യൂ ജനറേഷനാണ്. അപ്പോൾ അവരുടെ ഒരുപാട് ഇഷ്ടങ്ങൾ നമ്മൾ സാധിച്ചു കൊടുക്കണം. പഴയതുപോലൊന്നും പെരട്ടിയടിച്ച് കുട്ടികളെ വളർത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല. വളരെ നല്ല പൈസ ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടികളുടെ അവരുടെ ഇഷ്ടത്തിനൊത്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റൂ. അപ്പോൾ ഫാമിലി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ നല്ലൊരച്ഛൻ, നല്ല കഠിനാധ്വാനിയായ, നല്ല വരുമാനമുള്ള നല്ലൊരു അച്ഛൻ വേണം. മക്കളെ സന്തോഷത്തോടെ സ്നേഹത്തോടെ നോക്കുന്ന ഒരു അച്ഛനായിരിക്കണം. അമ്മയ്ക്കും ഒരു തൊഴിൽ വേണം. മക്കളെ, ഭർത്താവിനെയൊക്കെ വളരെ നല്ല രീതിയിൽ സന്തോഷത്തോടെ പരിചരിക്കുന്ന ഒരു അമ്മയാവണം. മക്കളും അതേ കണക്കിന് അച്ഛനും അമ്മയ്ക്കും വളരെ റെസ്പെക്റ്റ് കൊടുത്ത് വളരെ സന്തോഷത്തോടെ പോകുന്ന, പഠിക്കാൻ മിടുക്കരായി അത്യുന്നതങ്ങളിലെത്താൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മക്കളായിരിക്കണം. അപ്പോൾ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സന്തോഷമുള്ളൊരു കുടുംബം. അപ്പോൾ നമ്മളുടെ ആ അച്ഛൻ്റെ അമ്മയുടെയും സംസ്കാരം അനുസരിച്ചായിരിക്കും മക്കളുടെ വളർച്ച, മക്കളുടെ പെരുമാറ്റം, മക്കളുടെ സ്വഭാവങ്ങൾ. അപ്പോൾ ആ അച്ഛനും അമ്മയും നല്ലവരാണെങ്കിൽ മക്കളും തീർച്ചയായിട്ടും നല്ലവരാകും. അപ്പോൾ അച്ഛനും അമ്മയും മോശക്കാരാണെങ്കിൽ എല്ലാ മക്കളും മോശക്കാരാവണമെന്നില്ല. ആ അച്ഛൻ്റെ അമ്മയുടെയും സ്വഭാവങ്ങൾ പഠിച്ച് നല്ല രീതിയിൽ മുമ്പോട്ട് വളർന്നു വരുന്ന മക്കളുമുണ്ട്. അപ്പോൾ ഏതായാലും ഒരു ഫാമിലി കെട്ടിപ്പടുത്ത് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞാൽ ഒരു വലിയൊരു കടമയാണ്, വലിയൊരു ജോലിയാണ്. അപ്പോൾ ഒരു ഫാമിലി എന്തെന്നാൽ FAMILY ഫാമിലി എന്നാൽ ഫാദർ ആൻഡ് മദർ ഇൻക്ലൂഡിങ് ലവ്ലി യങ്ങേഴ്സ് എന്നാണ്. ഫാദർ ആൻഡ് മദർ ഇൻക്ലൂഡിങ് ലവ്ലി യങ്ങേഴ്സ്. പണ്ടൊക്കെ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയായിരുന്നു. മുത്തച്ഛൻ, മുതുമുത്തച്ഛൻ, അച്ഛൻ, അമ്മ എല്ലാം കൂടി ഒരു കുടുംബത്തിൽ 10-70 പേര് കാണും. കൂട്ടുകുടുംബ വ്യവസ്ഥിതിയായിരുന്നു. ഇന്നത് മാറി ക്യാപ്സൂൾ ഫാമിലികളായിട്ട് മാറി. ഒരു കുടുംബത്തിൻ്റെ അച്ഛൻ, അമ്മ, 1 അല്ലെങ്കിൽ 2 അപൂർവമായിട്ട് 3 മക്കൾ. അപ്പോൾ വളരെ സന്തോഷത്തോടെ അവർ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഫാമിലിയായിട്ട് മാറി. അപ്പോൾ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്ന് ക്യാപ്സൂൾ ഫാമിലിയിലിട്ട് വന്നപ്പോഴത്തേക്ക് അവരുടെ ആ ജീവിതചര്യയ്ക്ക് തന്നെ വളരെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അവർക്ക് മുമ്പെന്ന് പറഞ്ഞാൽ മുതുമുത്തച്ഛൻ തീരുമാനിക്കുക ബാക്കിയുള്ള കുടുംബത്തിലെ അംഗങ്ങൾ എന്ത് ചെയ്യണം, അവരെങ്ങനെ പോകണം, എന്ത് വിദ്യാഭ്യാസം ചെയ്യണം, ഏത് രീതിയിൽ പോകണം. ഇന്നതല്ല, അച്ഛനും അമ്മയും മക്കളും കൂടെ ചേർന്നിരുന്നാണ് ഓരോ ഡിസിഷൻ എടുക്കുന്നത്. കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒരുമിച്ചിരുന്നാണ് ഡിസിഷൻ എടുക്കുന്നത്. അച്ഛനും അമ്മയും അധ്വാനിച്ചിട്ടാണ് മക്കളെ പൊന്നുപോലെ വളർത്തിക്കൊണ്ടു പോകുന്നത്. ആ ഒരു കുടുംബം, ആ ഒരു ഫാമിലി എന്താണെന്ന് മനസ്സിലാക്കാൻ ഫാമിലിയുടെ ഫുൾ ഫോം അറിയണം, ഡെഫിനിഷൻ അറിയണം. ഫാമിലി എന്തെന്ന് ഫാദർ ആൻഡ് മദർ ഇൻക്ലൂഡിങ് ലവ്ലി യങ്ങേഴ്സ്. അച്ഛനും അമ്മയും പിന്നങ്ങോട്ട് ആ ചെറുപ്പത്തിൽ നിന്ന് വളർന്നു വരുന്ന മക്കളും അടങ്ങുന്ന ഒരു നല്ലൊരു കുടുംബം. ആ കുടുംബത്തെയാണ് ഫാമിലി എന്ന് പറയുന്നത്. ഇപ്രാവശ്യം ഫാമിലി എന്ന വാക്കിൻ്റെ ഡെഫിനിഷൻ എല്ലാവർക്കും എനിക്ക് നൽകാൻ കഴിഞ്ഞ സന്തോഷം. വീണ്ടും അടുത്തൊരു പുതിയ വീടുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തും. അതുവരെ എല്ലാവർക്കും എൻ്റെ ഗുഡ് ബൈ.